ദക്ഷയാഗം മുടക്കിയത് ശിവന്റെ പ്രസിദ്ധമായ ശൂലമാണെന്നും ഒരു കഥയുണ്ട്. ദക്ഷയാഗത്തിൽ ക്ഷണിക്കപ്പെടാത്തത് പരമശിവന്റെ അഭിമാനബോധത്തെ ഉണർത്തി. തന്റെ അനുവാദം കൂടാതെ സതീദേവി യാഗത്തിന് പുറപ്പെട്ടതറിഞ്ഞ പരമശിവൻ കൂടുതൽ ക്രുദ്ധനായി മാറി. അപമാനിതയായി സതീദേവി മടങ്ങി വന്നതോടെ ശിവന്റെ കോപാഗ്നി പൂർവാധികം കത്തിച്ചൊലിക്കുകയുണ്ടായി. സതീദേവിയുടെ മരണത്തെ തുടർന്ന് സംഹാരരുദ്രനായി തീർന്ന പരമശിവൻ തന്റെ ശൂലത്തെ ദക്ഷയാഗഭൂമിയിലേക്ക് അയച്ചു. ഹേ വിശിഷ്ട ശൂലമേ, നീ ദക്ഷന്റെ അഹമ്മതി ശമിപ്പിച്ചാലും അദ്ദേഹം ആജ്ഞാപിച്ചു. അന്തരീക്ഷത്തിലെ കീറി മുറിച്ചുകൊണ്ട് മിന്നൽ പോലെ ആ ശൂലം പാഞ്ഞുപോയി. ശൂലാഗ്രത്തിൽ നിന്ന് 3 പ്രപഞ്ചത്തെയും ദഹിപ്പിക്കുന്നതിനുള്ള അഗ്നി എരിഞ്ഞു. സർവ്വലോകരും ഭയന്നു വിറച്ചു നിൽക്കെ ശൂലം ദക്ഷയാഗസ്ഥലത്ത് പ്രവേശിക്കുകയും യാഗഭൂമി അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. അനന്തരം ഭയത്താൽ വിറകൊണ്ട ദക്ഷ പ്രജാപതിയുടെ ഗളച്ഛേദം നടത്തിയ ശൂലം അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു. അന്തരീക്ഷത്തിൽ എങ്ങും പാറു നടന്ന ആ ത്രിശൂലം ഒടുവിൽ ബദരി ആശ്രമത്തിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്ന നാരായണന്റെ മാറിടത്തിൽ വന്ന് തറച്ചു. തപസ്സിൽ നിന്ന് ഞെട്ടിയുണർന്ന നാരായണൻ കുപിതനായി മാറും. അദ്ദേഹം തന്നിൽ മാറിത്തറച്ചിരുന്ന ശൂലത്തെ നോക്കി. അതിന്റെ പ്രഭാവസ്ഥാനം മനസ്സിലാക്കിയ നാരായണൻ ഹുങ്കാര ശബ്ദം പുറപ്പെടുപ്പിച്ചു. അത്യുഗ്രശേഷിയുള്ള നാരായണന്റെ ഹുങ്കാരത്തെ തടയുവാൻ ത്രിശൂലത്തിന് സാധിച്ചില്ല. അത് രക്ഷയില്ലാതെ പിന്നോട്ട് പാഞ്ഞ് ശിവന്റെ കൈകളിൽ തന്നെ അഭയം തേടി. തന്റെ ദിവ്യായുധ ഭയപീഡകളോടെ മടങ്ങി വരുന്നത് കണ്ട ശിവൻ സംഹാരഭാവത്തോടുകൂടി നരനാരായണന്മാരെ സമീപിച്ചു. നരനാരായണന്മാരെ, എന്നോട് ഏറ്റുമുട്ടി സ്വശക്തി തെളിയിക്കുക. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ സംഹാരശക്തിയായ എന്നെ തടയുവാൻ ആർക്കാണ് സാധിക്കുന്നതെന്ന് എനിക്കറിയണം. വരിക, ആയുധം കൊള്ളുക. ശിവൻ നരനാരായണന്മാരെ പോരിന് വെല്ലുവിളിച്ചു. ഈ ഘട്ടത്തിൽ നരൻ നിലത്തു നിന്നും ഒരു പുല്ലെടുത്ത് മന്ത്രം ജപിച്ച് ശിവന് നേരെ എറിഞ്ഞു. പെട്ടെന്ന് ആ പുല്ല് ഒരു പരശുവായി മാറി. പരശു ആക്രമണ മനോഭാവത്തോടുകൂടി ശിവനെ നേരെ പാഞ്ഞെടുത്തു. പക്ഷെ ഭഗവാൻ ശിവനെ സ്പർശിക്കുവാൻ പരശുവിന് സാധിച്ചില്ല. അത് ശിവഭഗവാന്റെ കണ്ടത്തെ ലക്ഷ്യമാക്കി ചുറ്റി പറന്നു തുടങ്ങി. ഭഗവാൻ എവിടെ പോയാലും പരശു അദ്ദേഹത്തിന്റെ പിന്നാലെ പറന്നു നടപ്പായി. ഗത്യന്തരമില്ലാതെ വന്ന ശിവശങ്കരൻ പ്രാർത്ഥനാനിരതനായി. തന്റെ ചൂണ്ടുവിരൽ പരശുവിന് നേരെ നീട്ടി. അതോടെ പരശു ചൈതന്യഹീനമായി നിലംപതിച്ചു. അന്നു മുതൽക്കാണ് ശിവശങ്കരൻ ഖണ്ഡപരശു എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ശിവശങ്കരൻ വീണ്ടും തന്റെ ചൈതന്യം ത്രിശൂലത്തിന്മേൽ ആവാഹിച്ച ശേഷം കൽപ്പിച്ചു. ആയുധ ശ്രേഷ്ഠ, നമസ്കാരം. ഇത് കൈക്കൊള്ളുക. എൻ്റെ ആയുധത്തെയും എന്നെയും സംഹരിക്കുവാനാണ് നരനാരായണന്മാരുടെ ശ്രമം. താങ്കൾ നരനാരായണന്മാരെ എതിരിടുക. നരനാരായണന്മാരെ ലക്ഷ്യമാക്കി വായുവേഗത്തിൽ പാഞ്ഞ ത്രിശൂലം നാരായണന്റെ മാറിടത്തിൽ വന്നു തറച്ചു. ത്രിശൂല മാഹാത്മ്യം അറിയാമായിരുന്ന നാരായണൻ വിനയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് അപേക്ഷിച്ചു. അല്ലയോ ത്രിശൂലമേ, അവിടുന്ന് ഭഗവാൻ ശിവന്റെ ചൈതന്യം സ്വീകരിച്ചവനാണ്. രുദ്രമൂർത്തിയായി തീർന്ന ഭഗവാനോട് എതിരിടുവാൻ എനിക്കോ ഇന്നീ പ്രപഞ്ചത്തിലെ മറ്റതീശ ശക്തിക്കോ സാധിക്കില്ല. ദൈവചൈതന്യമേ, ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുവാൻ കൊതിക്കുന്ന എന്നിൽ നിന്നും അവിടുന്ന് പിന്തിരിഞ്ഞാലും. നാരായണന്റെ അഭ്യർത്ഥന ത്രിശൂലത്തെ സന്തുഷ്ടനാക്കി തീർത്തു. ആയുധം സാവധാനം നാരായണന്റെ മാറിടത്തിൽ നിന്ന് വിമുക്തനായി ഇങ്ങനെ പറഞ്ഞു. അല്ലയോ നാരായണ മഹർഷി, താങ്കൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുവാൻ അറിയാം. അതിനുപരി താങ്കളുടെ വിനയശീലവും എന്നെ സംപ്രീതനാക്കിയിരിക്കുന്നു. പ്രപഞ്ചത്തിൽ എന്നും താങ്കളുടെ മഹത്വവും ആദരണീയവും തന്നെയായിരിക്കും. ഇപ്രകാരം പറഞ്ഞ ശേഷം ത്രിശൂലം നേരെ പരമശിവന്റെ ശിരസിന് നേരെ പറന്നെടുത്തു. അതിപ്രകാശത്തോടെ ജ്വലിക്കുന്ന ത്രിശൂലത്തിന്റെ അത്യുഗ്ര ചൂടിൽ പരമശിവന്റെ ജടാഭാരം കത്തിയിരിഞ്ഞു. ആ സമയം മുഞ്ചകേശൻ മുഞ്ചകേശൻ എന്നിങ്ങനെ അശരീരി മുഴങ്ങി. അന്നു മുതൽ ഭഗവാൻ ശിവൻ മുഞ്ചകേശൻ എന്ന പേരിലും അറിഞ്ഞു തുടങ്ങി. അടുത്തത് യമുനാ നദി കറുത്തുപോയ കഥയാണ്. തുടരും.